ഹായ് കൂട്ടുകാരെ, നൈസ് നങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ചേരാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം 1975, 1975. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ UP തലത്തിലൊക്കെ നിങ്ങൾ IT പഠിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി ആയിരിക്കും നിങ്ങൾക്ക് ഒരു പ്രവേശന പരീക്ഷ നടത്തുക. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു അവബോധം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം 1975, 1975. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിന്റെ പിതാവാര്? വിൻഡൻ സർഫ്. ഇന്റർനെറ്റിന്റെ പിതാവ് വിൻഡൻ സർഫ്. വൈറസ് എന്നതിൻ്റെ പൂർണ്ണരൂപം. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്നതാണ് വൈറസിന്റെ പൂർണ്ണരൂപം. URL ഇതിന്റെ പൂർണ്ണരൂപം എന്ത്? URLന്റെ പൂർണ്ണരൂപം എന്ത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ് URLന്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന്? ഡിസംബർ 2. ഡിസംബർ 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. അടുത്ത ചോദ്യം, സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്ഥാപകൻ. WWWന്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് വെബ്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? ഉത്തരം മിക്കി മൗസ് അല്ല, വെറും മിക്കി. ഓക്കെ, കമ്പ്യൂട്ടർ മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേര് മിക്കി. മോഡം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? മോഡം എന്നാൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം, ഡിജിറ്റൽ ഗ്രാഫിക്കുകളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഏത്? ഒരിക്കൽ കൂടി, ഡിജിറ്റൽ ഗ്രാഫിക്കുകളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഏത്? GIMP. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്ര? ഉത്തരം 12 ഫംഗ്ഷൻ കീകളാണ് കീബോർഡിലുള്ളത്. ഒരു ഔട്ട്പുട്ട് ഉപകരണം ഏത്? പ്രിന്റർ ഔട്ട്പുട്ട് ഉപകരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 4 ബിറ്റ് എത്രയാണ്? 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു നിബിൾ. 4 ബിറ്റ് ഒരു നിബിൾ. അടുത്ത ചോദ്യം, ഡിജിറ്റലായി
ശബ്ദം ലേഖനം ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഏത്? ഡിജിറ്റലായി ശബ്ദം ലേഖനം ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഏത്? ഓഡാസിറ്റി. എന്താണ്? ഓഡാസിറ്റി. ഓക്കെ, ഓഡാസിറ്റി. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് OS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് OS എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ജിംബിൻ്റെ പൂർണ്ണരൂപം എന്ത്? ജിംബ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജിംബിൻ്റെ പൂർണ്ണരൂപം എന്ത്? എന്താണ്? GNU ഇമേജ് മണിപ്പുലേഷൻ പ്രോഗ്രാം. GNU ഇമേജ് മണിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, GNU ഇമേജ് മണിപ്പുലേഷൻ പ്രോഗ്രാം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏത്? ചോദ്യം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏത്? ഉത്തരം ബൈനറി. ബൈനറി സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവാര്? എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ പിതാവാര്. ഉത്തരം എന്താണ്? ഉത്തരം ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. അടുത്ത ചോദ്യം, PNG ഏതുതരം ഫയലുകളുടെ ഫോർമാറ്റാണ്? PNG ഏതുതരം ഫയലുകളുടെ ഫോർമാറ്റാണ്? ഓക്കെ, PNG എന്ന് പറയുന്നത് ഏതുതരം ഫയലിൻ്റെ ഫോർമാറ്റാണ്? ചിത്രങ്ങളുടെ ഒരു ഫോർമാറ്റാണ് PNG. ഓക്കെ, അടുത്ത ചോദ്യം, ഡഗ്ലസ് എൻഗൽബർട്ട് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ഉപകരണം കണ്ടുപിടിച്ചത് ഡഗ്ലസ് എൻഗൽബർട്ട് ആണ്. അപ്പോൾ ഡഗ്ലസ് എൻഗൽബർട്ട് കണ്ടുപിടിച്ചത് എന്താണ്? ഉത്തരം മൗസ്. എന്താണ്? മൗസ്. ഓക്കെ, നോക്കൂ, തന്നിരിക്കുന്നത് എന്തിൻ്റെ സൂചനാ ചിത്രമാണ്? ഈ തന്നിരിക്കുന്നത് എന്തിൻ്റെ സൂചനാ ചിത്രമാണ്? അറിയാവോ? എന്താണ് ഉത്തരം? ബീറ്റ് കോയിൻ. എന്താണ്? ബീറ്റ് കോയിൻ. ബീറ്റ് കോയിൻ്റെ സൂചനാ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2411, 3215, 10-4, 29, 50 വിട്ടുപോയ സംഖ്യ ഏത്? ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, തന്നിരിക്കുന്ന ജോഡികളെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ നോക്കുക. നോക്കിക്കേ, 24, 11, 32, 15, 10, 4, 20, 9, 50 വിട്ടുപോയ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? ഉത്തരം 24, 24. എങ്ങനെ കിട്ടിയെന്നറിയാമോ കൂട്ടുകാർക്ക്? 24, ആദ്യത്തെ 24ന്ന് 2 കുറച്ചപ്പോൾ 22 കിട്ടി. 22ൻ്റെ ഹാഫാണ് 11. ഓക്കെ, 24ൽ നിന്ന് 2 കുറച്ചപ്പോൾ 22 കിട്ടി. 22ൻ്റെ പകുതിയാണ് 11. അതുപോലെ 32ൽ നിന്ന് 32ൽ നിന്ന് 2 ലെസ് ചെയ്തപ്പോൾ 30 കിട്ടി. 32ൽ നിന്ന് 2 കുറച്ചപ്പോൾ 30 കിട്ടി. 30ൻ്റെ പകുതിയാണ് 15. ഓക്കെ, അടുത്ത് നോക്കൂ, 10. അതിൽ നിന്നും എന്ത് ചെയ്യുക? 2 ലെസ് ചെയ്യുക, 2 കുറയ്ക്കുക. 2ൽ നിന്ന് 2 പോയാൽ 8. 8ൻ്റെ ഹാഫാണ്, 8ൻ്റെ പകുതിയാണ് 4. ഓക്കെ, അപ്പോൾ അടുത്തത് 20ൽ നിന്ന് 2 ലെസ് ചെയ്യുമ്പോൾ 18. 18ൻ്റെ ഹാഫാണ് 9. അപ്പോൾ 20ൽ നിന്ന് 2 പോയാൽ 18. 18ൻ്റെ പകുതിയാണ് 9. ഇതേ പാറ്റേൺ വച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? 50. 50ൽ നിന്ന് 2 പോകുമ്പോൾ 48 അല്ലേ? 50ൽ നിന്ന് 2 ലെസ് ചെയ്യുമ്പോൾ 48. 48ൻ്റെ ഹാഫ് എത്രയാ? 48ൻ്റെ പകുതി 24. ക്ലിയർ? ലോജിക്ക് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു കണക്കാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. SMS-ൻ്റെ പൂർണ്ണരൂപം എന്ത്? എല്ലാവർക്കും അറിയാമായിരിക്കും. SMS-ൻ്റെ പൂർണ്ണരൂപം എന്താ? ഷോർട്ട് മെസ്സേജ് സർവീസ്. എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. SMS-ൻ്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ്. ഓക്കെ, അടുത്ത ചോദ്യം, ജിംബിൻ്റെ
ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര്. ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് വിൽബർ. എന്താണ്? വിൽബർ. ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിന് പറയുന്ന പേരാണ് വിൽബർ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ തുടർന്ന് വരുന്ന ചോദ്യങ്ങളുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.